ഏപ്രിൽ മാസം 19-ാം തീയതി ശനിയാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ അറിയിപ്പ്, നാളെയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 19, 20 തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ മാസം 20 വരെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി 0.8 മുതൽ 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അടുത്തൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് വിവിധ സ്കീമുകളിലായി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ഏപ്രിൽ മെയ് മാസത്തിൽ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആക്റ്റീവാണെന്ന് ഉറപ്പുവരുത്തുക. പലരും സ്കോളർഷിപ്പ് ആവശ്യത്തിന് മാത്രമായി ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടുകൾ ആക്റ്റീവാണെന്ന കാര്യം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ മിനിമം ബാലൻസ് നിലനിർത്താനും ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം സ്കോളർഷിപ്പ് തുക ബാങ്കുകളുടെ ഫൈൻ തുകയിലേക്ക് ഈടാക്കാനും സാധ്യതയുണ്ട്. അടുത്തൊരു അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 19 ഗഡുക്കളാണ് ഇപ്പോൾ നിലവിൽ വിതരണം ചെയ്തിരിക്കുന്നത്. 20ാമത്തെ ഗഡുവാണ് ഇനി വിതരണം ചെയ്യാനുള്ളത്. പലർക്കും ഇതിനകം ഇലക്ട്രോണിക് KYC ചെയ്യാനായി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെസ്സേജുകൾ വന്നിട്ടുള്ള എല്ലാവരും തീർച്ചയായും അവരുടെ ആധാറുമായി അക്ഷയ വഴിയോ ഓൺലൈൻ സെന്ററുകൾ വഴിയോ ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കാനായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇലക്ട്രോണിക് KYC സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത ഗഡുക്കൾ മുടങ്ങാനും സാധ്യതയുണ്ട്. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു അറിയിപ്പ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആധാറുമായി സീഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. പുതിയ ബാങ്ക് അക്കൗണ്ടുകളാണെങ്കിൽ ആധാർ കാർഡുമായി സീഡ് ചെയ്തിട്ടുണ്ടാകും. എന്നാൽ നിങ്ങളുടെ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയില്ല. ആധാറുമായി നിങ്ങളുടെ ഏത് ബാങ്ക് അക്കൗണ്ടാണോ സീഡ് ചെയ്തിട്ടുള്ളത് ആ അക്കൗണ്ടിലേക്കായിരിക്കും പണം എത്തിച്ചേരുക. അടുത്തൊരു അറിയിപ്പ്, ഇനി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉപഗ്രഹ അധിഷ്ഠിത ടോൾ സംവിധാനം ആരംഭിക്കുമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചത്. സുഗമമായ യാത്രയ്ക്കും ഹൈവേകളിൽ തിരക്ക് കുറയ്ക്കുന്നതിനുമായാണ് പുതിയ സംവിധാനം. ഇനി വാഹനങ്ങൾ ടോൾ പ്ലാസകളിൽ നിർത്തേണ്ടതില്ല. പകരം നൂതന ട്രാക്കിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഉപഗ്രഹ ഇമേജിംഗിന്റെ അടിസ്ഥാനത്തിൽ ടോൾ നിരക്കുകൾ സ്വയമേവ കുറയ്ക്കുന്നതായിരിക്കും. നീണ്ട ക്യൂകൾ ഇല്ലാതാക്കുക, ഇന്ധനം ലാഭിക്കുക, ദേശീയപാതയിലെ യാത്രാസമയം കുറയ്ക്കുക എന്നിവയാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും ഉപയോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നയമെന്ന് ഗഡ്കരി അറിയിച്ചു. വാഹനങ്ങൾ ഉപഗ്രഹം വഴി ട്രാക്ക് ചെയ്യപ്പെടും. വാഹനങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് ടോൾ കുറയ്ക്കപ്പെടുമെന്നും അദ്ദേഹം വിശദീകരിച്ചു.